മെയ് 10-ാം തീയതി മരിക്കുന്നു, ബുധനാഴ്ച. അടുത്ത ബുധനാഴ്ച 17-ാം തീയതി മെഡിക്കൽ ബില്ല് ക്യാബിനറ്റ് പാസ്സാക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന്, ഇങ്ങനെ വിഷയം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. അത്ര എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഈ അവരൊക്കെ ഇതിൻ്റെ അകത്ത് നേരിട്ടല്ലെങ്കിൽ പോലും അവരവസരം കിട്ടിയപ്പോൾ അത് മുതലാക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുന്നതിൽ, ഞങ്ങൾ പറയുന്നതിൽ അതിനകത്ത് സംശയമുണ്ട് എന്ന് IMA-യുടെ നേതാക്കളെ പറഞ്ഞ് അവരിവിടെ പറഞ്ഞാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്യണം, ഞാൻ പറഞ്ഞല്ല. യൂട്യൂബിൽ തെരഞ്ഞപ്പോഴത്തേക്ക് ഈ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം അവിടെ തന്നത് അപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞതാണ്, ആരോഗ്യ മേഖലയിൽ ഒരു മരണം സംഭവിക്കും. ഒരു മാസം ഒരാഴ്ച കഴിയുമ്പോൾ സംഗതി ഉണ്ടായില്ല. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ എൻ്റെ കൃത്യം ഡേറ്റ് എല്ലാം കിട്ടും. 2 പേര് പറഞ്ഞു, വേറെ ഒരു സുരേഷ്, ഒരു പുള്ളി കൂടെ ഉണ്ട് ഇതിപ്പോൾ ആരോഗ്യ മേഖലയിൽ, അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒന്നിട്ട് ജോത്സ്യരായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ അതുപോലെയുള്ള അറിവുള്ളവരായിരിക്കണം. ഇതങ്ങനെ ഉണ്ടായെങ്കിൽ അദ്ദേഹം ഇവിടെ നമ്മുടെ കൊച്ചിൻ്റെ ചടങ്ങിനും അത് കഴിഞ്ഞ ശേഷമൊക്കെ ഇവിടെ വന്നു. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചു. പലരും വന്നപ്പോൾ അദ്ദേഹം വന്നു, എന്ത് സഹായം വേണം ചെയ്യാം, എന്ത് സഹായം ചെയ്യാൻ പറ്റുന്നത്, എന്ത് സഹായം എൻ്റെ കൊച്ചിനെ തിരിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. വന്നവർ മുഴുവനും ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, അത് ഞാൻ മരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സെറ്റ് ചെയ്യുന്ന ഇപ്പുറത്തെ ആയിരിക്കുന്ന ഇവരുടെ കുറച്ച് ഭാരവാഹികളൊക്കെ ഉണ്ട്, ഞാൻ മരിക്കുമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചു, സാർ ഇപ്പോൾ ഇവിടെ വടി പോലെ മുമ്പിൽ ഇപ്പോൾ സാറിന് മടിച്ചില്ലല്ലോ, അപ്പം എൻ്റെ കൊച്ചിനാണ് നറുക്ക് കിട്ടിയത് എന്ന് പറയുകയും ചെയ്തു. അവരൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ എല്ലാവരും പറഞ്ഞ് പലരും ഇടയ്ക്ക് വിളിക്കും, എന്ത് വേണം ചെയ്യാം. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇവരുടെ എന്ത് വേണം ചെയ്യാം, എന്ത് വേണം തന്നെ ചെയ്യാൻ പറ്റുന്നതാ. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു പരാതി ഉയർന്നത്, എൻ്റെ മോൾക്ക് 25 ലക്ഷം രൂപ ജീവൻ്റെ വിലയായിട്ട് നൽകാമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. എൻ്റെ കൊച്ചിൻ്റെ വിലയാണ് 25 ലക്ഷം രൂപ, അതാണ് ആവശ്യം. എൻ്റെ കൊച്ചിൻ്റെ വിലയിടാനിട്ട് ഇപ്പം കോടതി ഇവർക്കാർക്കും അതിനുള്ള യോഗ്യതയുണ്ടോ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സ്വയമേധയാ കേസെടുത്തു. അന്ന് ഇതുപോലെ തന്നെ പറഞ്ഞു. അന്ന് നമ്മുടെ DGP-നൊക്കെ ആയിട്ട് അദ്ദേഹം ചെക്ക് ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ കൊടുത്തതെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു. വീണ്ടും ഒരാൾ 1 കോടി രൂപ നമുക്ക് തട്ടുകരം വേണമെന്ന് പറഞ്ഞ കേസ് കൊടുത്തു. അദ്ദേഹം അത് 2 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. ആ കുട്ടിയുടെ ദേവൻ രാമേന്ദ്രൻ ആദ്യ ദിവസം പറഞ്ഞു എൻ്റെ മോളാന്നാണ് പറഞ്ഞത്. എൻ്റെ മോളാണ് മരിച്ചത്, വന്ദന. അദ്ദേഹം അന്ന് അവിടെ വെച്ച് ജഡ്ജിമെന്റ് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ചേംബറിൽ പോയിരുന്ന കാര്യം എഴുതി കണ്ട വക്കീലന്മാർ പറഞ്ഞതാണ്. അത് ഇദ്ദേഹം ദേവൻ രാമൻ അതും തള്ളിക്കളഞ്ഞു. കൊച്ചിൻ്റെ 25,000 കോടിയോ തഥാ കൊച്ചിൻ്റെ വിലയാകുമോ എന്ന് വിളി ചോദിച്ചു. അപ്പോൾ അത് നമുക്ക് ഗവൺമെൻറ് പല പ്രാവശ്യം ഇവിടെ കളക്ടറേറ്റിൽ നിന്ന് തന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തൽക്കാലം എനിക്ക് അതിൻ്റെ ആവശ്യം, ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമല്ല എന്ന് ഞാൻ പറഞ്ഞാണ്. അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞു.